ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് പൊന്നാനി ഭാഗത്തുള്ള കാഴ്ചകളാണ്. പൊന്നാനി ഭാഗത്ത് പുതുതായി ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിലെ ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ വലിയ ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് ഈ ഭാഗത്താണ്. ഏറ്റവും വലിയ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചയും അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പൊന്നാനി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. പൊന്നാനി ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പൊന്നാനി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. പൊന്നാനി ജംഗ്ഷനിലാണ് ഏറ്റവും വലിയ ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ വർക്കിൽ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ വരുന്നൊരു ഭാഗം ഇവിടെയാണ്. പൊന്നാനി റീച്ചിലാണ്. ഈ ഭാഗത്ത് പൊന്നാനി ഭാഗത്ത് ഈ അവസാന ഭാഗത്ത്, മറ്റുള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഫ്ലൈ ഓവറുകളും അതല്ലാതെ ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള വർക്കാണ് നടന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഫ്ലൈ ഓവറുകൾ വന്നാൽ വളരെ നല്ലതായിരുന്നു, പക്ഷേ വന്നിട്ടില്ല. അതൊക്കെ ആകുമ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള വളരെ ഉപകാരപ്രദമായുള്ള ഒരു ഏരിയ ആയി മാറ്റിയെടുക്കായിരുന്നു. ഈ ഭാഗത്ത് മാത്രമാണ് അത്യാവശ്യം വലിയൊരു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മറ്റുള്ള ഭാഗത്തൊക്കെ വലിയ ഫ്ലൈ ഓവർ കാണുന്നുണ്ട്. ഇവിടെ ഫ്ലൈ ഓവറുകൾ വളരെ കുറവാണ്. ഈ ഭാഗത്ത് മാത്രമാണ് ഫ്ലൈ ഓവർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പല ഭാഗത്തും ഇങ്ങനെ ഷട്ടറുകൾ എടുത്ത് മാറ്റുമ്പോൾ കുടുങ്ങി കിടന്നിട്ടുണ്ട്. അതെടുത്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജംഗ്ഷൻ കഴിഞ്ഞു നമ്മളിനി മുന്നോട്ട് പോവുകയാണ്. വെളിയങ്കോട് പുതുപൊന്നാനി ഭാഗത്തോട്ടാണ് ഇനി പോകാനുള്ളത്. അപ്പം നമ്മളെ യാത്ര തുടരുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റോഡ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ആണ്. ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ മഴ പെയ്തിട്ട് മണ്ണും വെള്ളവും എല്ലാം കൂടെ ചളിയായി കിടക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇവിടെ ഒരു പാർക്ക് ചെയ്യുന്ന സ്പോട്ടായി മാറിയിട്ടുണ്ട്. വലിയ കണ്ടെയ്നറുകളൊക്കെ വന്നിട്ട് ഇവിടെ ആൾട്ട് ചെയ്യണ ഒരു സ്ഥലം കൂടെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് മെയിൻ റോഡ് വർക്ക് കഴിഞ്ഞത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരു മാസം മുന്നൊക്കെ ഈ ഭാഗത്ത് വന്നിട്ട് വീഡിയോ ചെയ്തായിരുന്നു. അന്നൊന്നും ഈ ഭാഗത്തൊന്നും ഇങ്ങനെ റോഡ് പണി കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ രണ്ട് സൈഡിലും റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു പാലം വരുന്നുണ്ട്. കനോലി കനാലിൻ്റെ മുകളിലൂടെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ പാലത്തിലൂടെ തന്നെയാണ്. പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹൈവേയും അതും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കാനുണ്ട്. ഇതാണ് ആ പഴയ പാലത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് നേരത്തെ തന്നെ ഉള്ള ഒരു പാലമാണ്. ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ പുതുതായിട്ട് പാലം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി പുതുപൊന്നാനി ഭാഗത്തോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തൊക്കെ കൂടുതൽ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ മലപ്പുറം റീച്ചിൻ്റെ അവസാന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത്. അതുപോലെ കാപ്പിരിക്കാട് പറഞ്ഞ ഭാഗത്താണ് ഇനി ലാസ്റ്റ് വരെയാണ് ഈ റീച്ചിൻ്റെ അവസാന ഭാഗം. അവിടേക്കാണ് നമുക്കിനി പോകാനുള്ളത്. അതടുത്ത വീഡിയോയിലായിരിക്കും. ഈ ഭാഗത്തുള്ള വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് പാലത്തിൻ്റെ മുകളിൽ ചെയ്യാനുള്ളത്. ബാക്കി ഈ ഹൈവേയും പാലവും തമ്മിൽ ബന്ധിപ്പിക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ കഴിയാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ സർവീസ് റോഡിലൂടെ കുറച്ച് നീങ്ങി പിന്നെ പുതിയ ഹൈവേയിലോട്ട് കയറാണ്ട്. ആ ഭാഗത്തൊക്കെ പുതിയ ഹൈവേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്ന ഭാഗത്ത്, കുറച്ച് ഭാഗത്താണ് ഇനി റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ അണ്ടർപാസ് കഴിഞ്ഞ് ഇപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ടാറിങ്ങൊക്കെ ചെയ്ത് കാണാം. ഇനി ഇവിടെ ഒന്നും വർക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഡബിൾ കോട്ട് ടാറിങ് വരെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇനി ഇവിടെ പെയിൻറ്റിങ് മാത്രമേ നടക്കാനുള്ളൂ. അതുപോലെ ലൈൻ മാർക്കിങ് അത്തരത്തിലുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്.
നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിലൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഓരോ ഭാഗത്തും വാഹനത്തിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ എഴുതി വെക്കും. അത്തരത്തിലുള്ള സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ചിട്ട് വാഹനം ഓടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫൈന് കിട്ടാനും അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈവേ നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ് നോക്കത്താ ദൂരത്തോട്ട് ഹൈവേ പരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത് നമുക്ക് വരാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പുതുപൊന്നാനി ഒരു പാലമുണ്ട്. പുതുപൊന്നാനി ഭാഗത്ത് ആ പാലത്തിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. പുതുപൊന്നാനി ഭാഗത്തും ആ പാലവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. പുതുപൊന്നാനി BM കായലിൻ്റെ മുകളിലൂടെയാണ് ഈ പാലം പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തെ റോഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ആദ്യം തുറന്നു കൊടുക്കാൻ പോകുന്ന ഭാഗം ഇവിടെ ആയിരിക്കും. പുതുപൊന്നാനി, വെളിയങ്കോട്, അതുപോലെ കാപ്പിരിക്കോട് ആ റീച്ചിൻ്റെ അവസാന ഭാഗമായ ഭാഗത്തൊക്കെ ആയിരിക്കും ആദ്യം തുറന്നു കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ ഭാഗത്തൊക്കെയാണ് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞൊരു ഭാഗം. അങ്ങോട്ട് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഇവിടെ പുതുപൊന്നാനി ഭാഗത്തുള്ള ഒരു വലിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ സൈഡിൽ പുതുതായിട്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ആ പാലം. ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വലത് സൈഡിൽ കാണാം നമുക്ക് പാലം. പഴയ റോട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമായിരിക്കും. പിന്നെ ഈ പാലം പൊളിച്ചു മാറ്റുമോ എന്നറിയില്ല, അതോ ഈ പാലം തന്നെ റീവർക്ക് ചെയ്തിട്ട് ഹൈവേയുമായി ബന്ധപ്പെടുത്തുമെന്നും അത് അറിയില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകളൊന്നും ഇവിടെ ചെയ്ത് കാണുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നല്ല ഹൈവേൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. ഏറ്റവും കൂടുതൽ വർക്ക് കഴിഞ്ഞൊരു മലപ്പുറം ജില്ലേൻ്റെ ഭാഗം ഇവിടെ തന്നെയാണ്. ഇനി നല്ല സുന്ദരമായ കാഴ്ചകളായിരിക്കും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത്. ഏറ്റവും കൂടുതൽ ഹൈവേൻ്റെ ഒരു വിസ്മയം എന്ന് പറയാം. നമുക്ക് മനസ്സിന് വരെ കുളിര് തോന്നിക്കുന്ന, കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇത്രയും നല്ലൊരു റോഡ് ഇവിടെ വേറെ എവിടെയും വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വാഹനം ഓടിക്കാനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആകുന്ന ഒരു രീതിയിലുള്ള റോഡാണ്. രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിൽ ഇതിലെ കടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്തൂടെയൊക്കെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വരുന്ന വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം. അത്തരത്തിലുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.